ഇതുപോലത്തെ ബിസിനസ്സിലൊക്കെ ഇൻവോൾവ്മെന്റ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നല്ല ഫർണിച്ചറായിട്ട് എന്താകട്ടെ, ഇതുപോലൊക്കെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് വേറെയും ഡിസ്പ്ലേ യൂണിറ്റ് വേറെയും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഗോഡൗൺ ഒക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ വെഹിക്കിളിൽ 50,000 രൂപക്ക് മുകളിലുള്ള സാധനങ്ങൾ എടുത്ത് പോകുന്ന സമയത്ത് EVA ബില്ല് നിർബന്ധമായിട്ട് ഇരിക്കണം. എങ്കിലും പലർക്കും ഇപ്പോഴും അറിയില്ല. സെയിൽ അടിക്കുമ്പോൾ മാത്രം EVA എടുത്താൽ പോരെ, ഇത് ഞാൻ എൻ്റെ ഗോഡൗണിക്കല്ല കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റോക്ക് ഇവിടുന്ന് മാറ്റി എൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തേക്കല്ല ഇത് വെക്കണമെന്നുള്ള ധാരണയുണ്ട്. ബ്രാഞ്ച് ട്രാൻസ്ഫറുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. EVA ബില്ല് 50,000 രൂപക്ക് മുകളിലുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കണം. അതിൽ ഡെലിവറി ചെലാൻ എന്നുള്ള ഓപ്ഷനിൽ, ഇൻവോയ്സ് ആയിട്ടല്ല ഡെലിവറി ചെലാൻ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ EVA ബില്ല് എടുത്തിരിക്കണം. അത് എടുക്കാതെ നിങ്ങൾ മൂവ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ GST ഓഫീസേഴ്സ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഓപ്ഷനും ഇല്ല. വെഹിക്കിളിൽ പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് അഗേൻസ്റ്റ് പെനാൽറ്റി തരുന്നതാണ്. EVA ബില്ല് നിർബന്ധമായിട്ട് എടുക്കുക, ഡെലിവറി ചെലാൻ എന്നുള്ള ഓപ്ഷനിൽ എടുക്കുക കേട്ടോ. ഇൻവോയ്സ് ആയിട്ട് അല്ലാതെ സെയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് EVA ബില്ല് എടുക്കണം എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം.